നമ്മുടെ കോണ്ടാക്റ്റിൽ സേവ് അല്ലാത്തൊരു വ്യക്തിക്ക് നമ്മൾ വാട്സപ്പിലൂടെ താൽക്കാലികമായിട്ട് വല്ല മെസ്സേജുകളോ ഡോക്യുമെന്റുകളോ താൽക്കാലികമായി നമ്പർ സേവ് ചെയ്യാതെ എങ്ങനെയാണ് നമുക്ക് മെസ്സേജ് ചെയ്യാൻ വേണ്ടി സാധിക്കുക? സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ആ ഒരു കോണ്ടാക്ട് നമ്മൾ സേവ് ചെയ്തതിന് ശേഷം വാട്സപ്പിൽ സെർച്ച് ചെയ്തുകൊണ്ടാണ് നമ്മളത് വീണ്ടും കോണ്ടാക്ട് എടുത്ത് അങ്ങനെയാണ് നമ്മൾ സെൻഡ് ചെയ്യാറുള്ളത്. ചിലർ ചെയ്യാറുള്ളത് വാട്സപ്പിലൂടെ ആ ഒരു വാട്സപ്പ് സ്കാൻ ചെയ്തുകൊണ്ട് ആ ഒരു നമ്പർ കരസ്ഥമാക്കാറുണ്ട്. അങ്ങനെയും ചെയ്യാൻ വേണ്ടി സാധിക്കാറുണ്ട്. എന്നാൽ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ ഒരാളുടെയും സഹായമില്ലാതെ നമ്മൾ ഫോണിൽ നമ്പറൊന്നും സേവ് ചെയ്യാതെ തന്നെ സിമ്പിൾ ആയിക്കൊണ്ട് നമുക്ക് ആ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയക്കുവാനും ഡോക്യുമെന്റുകളോ ഫോട്ടോസുകളൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത നമ്മളെ ഫോണിൽ സേവ് ചെയ്യേണ്ട എന്ന് കരുതുന്ന ഒരു നമ്പറാണെങ്കിൽ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ഇതുപോലെ കോൺടാക്റ്റുകൾ സേവ് ചെയ്യാതെ മെസ്സേജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമ്മുടെ കോൺടാക്റ്റിൽ സേവ് ചെയ്യാതെ തന്നെ നമുക്ക് ഫോട്ടോസുകളും ഡോക്യുമെൻറ്റുകളൊക്കെ താൽക്കാലികമായിട്ട് നമ്പർ സേവ് ചെയ്യാതെ ആ ഒരു വ്യക്തിക്ക് വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കുന്ന സിമ്പിൾ മെത്തേഡാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വാട്സപ്പാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് വരും. നമുക്ക് ഇവിടെ നമ്മൾ ചാറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഫസ്റ്റ് നമുക്ക് ചാറ്റ്, പിന്നെ അപ്ഡേറ്റ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി, പിന്നെ കോൾ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ചാറ്റ്സ് എന്നുള്ളതിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചാറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കിവിടെ പ്ലസ് ബട്ടൺ കാണാൻ വേണ്ടി സാധിക്കും. മെസ്സേജിൻ്റെ ഒരു ഐക്കണോട് കൂടി ഒരു പ്ലസ് ബട്ടൺ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് മുകളിലായിക്കൊണ്ട് കാണുന്നത് നമ്മുടെ നമ്പറാണ്. നമ്മുടെ നമ്പർ സേവ് ആണ് എങ്കിൽ നമ്മളെ പേര് കാണിക്കും. അല്ല എങ്കിൽ ഇതുപോലെ യു എന്ന് എഴുതിയിട്ട് നമ്മളെ നമ്പർ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. യു എന്ന് എഴുതുന്നത് നമ്മളാണ്, അതായത് നമ്മുടെ കോൺടാക്റ്റാണ്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ വല്ല നമ്പറുകളോ ഫോട്ടോസുകളൊക്കെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അല്ലാത്ത പക്ഷം നമുക്കിത് എംപ്റ്റി ആയിട്ടായിരിക്കും, ഒന്നും കാണാൻ വേണ്ടി സാധിക്കില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഏത് നമ്പറിലേക്കാണോ നമ്മൾ മെസ്സേജ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നമ്മളെ ഫോൺ കൊടുത്തിട്ട് പറയുക, നിങ്ങളിവിടെ നിങ്ങളെ നമ്പർ ഡയൽ ചെയ്യാൻ വേണ്ടി പറയുക. ഞാനിവിടെ ഫോർ എക്സാമ്പിൾ ഒരു നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. ഇതുപോലെ അവരെ നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി പറയുക. നമുക്ക് ഏത് നമ്പറിലോട്ടാണോ ആ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടത് ആ ഒരു നമ്പർ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മളിവിടെ സെൻഡ് കൊടുക്കുക. ഇത് നമ്മളെ കോൺടാക്റ്റിലേക്ക് തന്നെയാണ് ഇത് സെൻഡ് ആവുന്നത്. ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കുക. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജ് ഇവിടെ സെൻഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു നമ്പറിൽ തന്നെ നമ്മളൊന്ന് ടച്ച് ചെയ്യുക. ഞാനിവിടെ ടച്ച് ചെയ്യുകയാണ്. അപ്പോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നമുക്കൊരു ഓപ്ഷൻ വരുന്നത്. ചാറ്റ് വിത്ത് എന്ന് എഴുതിയിട്ട് ആ ഒരു നമ്പർ കാണിക്കും. അതുപോലെ കോൾ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ കാണിക്കും. അതല്ല താഴെ നമുക്ക് ആ ഒരു കോൺടാക്റ്റ് സേവ് ചെയ്യണമെങ്കിൽ അതവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അതിലോട്ടൊരു മെസ്സേജാണ് അയക്കേണ്ടത് എങ്കിൽ നമ്മുടെ ചാറ്റ് വിത്ത് എന്ന് എഴുതിയിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ, ന്യൂ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഞാനിതിലൊക്കെ മെസ്സേജ് അയച്ചത് കൊണ്ടാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്കൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ നമ്പർ സേവ് ചെയ്യാതെ വളരെ സിമ്പിളായിക്കൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ മെസ്സേജ് അയക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ കഷ്ടപ്പെട്ട് നമ്മൾ നമ്പർ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ആവശ്യമില്ലാത്ത നമ്പറുകൾ, നമ്മളെ ഫോണിൽ സേവ് ചെയ്യേണ്ട എന്ന് കരുതുന്ന നമ്പറുകൾ ഇതുപോലെ നമുക്ക് വാട്സപ്പിലൂടെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കുന്നതാണ്. വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ. സീ യു.